ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തായി ഒരു വമ്പൻ കൂടിയെത്തുന്നു. യുദ്ധവിമാനമായ തേജസ് MK-1A യുദ്ധവിമാനം ജൂലൈയിൽ സേനയുടെ ഭാഗമായേക്കും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് വിമാനത്തിന്റെ നിർമ്മാതാക്കൾ. നിലവിൽ യുദ്ധവിമാനത്തിന്റെ ഇൻഗ്രേഷൻ ട്രയൽ നടത്തി വരികയാണ്. ജൂലൈ മാസത്തോടെ മുഴുവൻ നടപടികളും പൂർത്തിയാക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 48,000 കോടി രൂപയുടെ കരാർ പ്രകാരം ഇന്ത്യൻ വ്യോമസേനയുടെ 83 വിമാനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്തിരിക്കുന്ന വിമാനങ്ങളുടെ ഭാഗമാണ് തേജസ് MK-1A. ഇതിനുശേഷം 97 അധിക യുദ്ധവിമാനങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേന ഓർഡർ നൽകാനും പദ്ധതിയിടുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേനയെ ശക്തിപ്പെടുത്തുകയാണ് 97 യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 4ാം തലമുറ യുദ്ധവിമാനമായ തേജസിൽ 65% ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് തദ്ദേശീയമായാണ്. അതേസമയം തേജസ് MK-1A ഇറക്കുമതി ചെയ്യാൻ അർജന്റീനയും മലേഷ്യയും താൽപ്പര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. 2021 ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമായ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റായ തേജസ് MK-1A അതിന്റെ സവിശേഷതകൾ കൊണ്ട് മുമ്പും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. അർജന്റീനയും മലേഷ്യയും തേജസ് MK-1A വാങ്ങിയാൽ അന്താരാഷ്ട്ര തലത്തിൽ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും ഇന്ത്യയുടെ അംഗീകാരം വർദ്ധിക്കുകയും ചെയ്യും. കൂടാതെ ഇന്ത്യൻ പ്രതിരോധ കമ്പനികൾക്ക് ലാറ്റിൻ അമേരിക്കയിലേക്കും കരീബിയൻ മേഖലയിലേക്കും കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതയും വർദ്ധിക്കും. ഈ മേഖലയിൽ ഇതുവരെ കാൺപൂർ ആസ്ഥാനമായുള്ള MKU പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇന്ത്യൻ കമ്പനി മാത്രമേ സജീവമായി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായിരിക്കും ഇത്. ഇതുവഴി തേജസ് MK-1Aയ്ക്ക് കൂടുതൽ അന്താരാഷ്ട്ര ഓർഡറുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.